നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കും കാണണം. അതിനു വേണ്ടിട്ടാ ഞാൻ ഈ ഓടി പടച്ച് വന്നത് തന്നെ. ഇവളുടെ വെള്ളം കഴിച്ചു മാറ്റ്, എന്നിട്ടേ ഇവിടെ ലോക്കപ്പ് കയറ്റ്. പ്ലീസ് ദയവ് ചെയ്ത് ശ്യാമെ ലോക്കപ്പിൽ അടക്കരുത്. ഞാൻ കാല് പിടിക്കാം. അത് ന്യായം. കാല് പിടിക്കേ. അതെ, ഒരു മിനിറ്റ്, ഞാനൊരു വീഡിയോ എടുക്കുകയാണേ. വൈറലാക്കത്തൊന്നുമില്ല, വെറുതെ സൂക്ഷിക്കാനാ. കാല് പിടിക്കടാ, പിടിക്കടാ. ദേ, എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ ഞാൻ അവളെ വിട്ടേക്കാം. ഇല്ലെങ്കിലേ ഞാൻ പിടിച്ചകത്തിടും. അഖിൽ സർ, സാർ എന്തായി കാണിക്കുന്നേ? എനിക്ക് വേണ്ടി ഇത്രത്തോളം താഴണോ സാറ്? എന്നോടുള്ള സ്നേഹം കാരണം സാർ സാറിന്റെ അഭിമാനം പോലും മറന്നുപോയോ? വേണ്ട സാർ, കാല് പിടിക്കരുത്. നിന്നേക്കാൾ വലുതല്ല എന്റെ അഭിമാനം. എനിക്ക് ശരിയും തെറ്റും ആലോചിക്കാനുള്ളൊരു സമയമല്ല ഇത്. ശ്യാമേ, നീ എന്നെ തടയരുത്. ഞാൻ തടയും. സാർ ഇയാളുടെ കാല് പിടിച്ച ഞാൻ ചിലപ്പോ ഹൃദയം പൊട്ടി മരിച്ചു പോയിന്ന് വരും. പെണ്ണെ, അവൻ കാല് പിടിച്ചിട്ട് നിന്നെ രക്ഷിക്കട്ടെ. വർമ്മ സാറേ, മരുമോളെ ഒന്ന് ഉപദേശിക്കേ. എടോ ജഗന്നാഥ, എന്റെ മോന് അവന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൽ ഞാൻ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക. അതുപോലെ ഭർത്താവിന്റെ അഭിമാനം അടിയേറെ വയ്ക്കാതെ നോക്കുന്ന എന്റെ മരുമകളെയും ഞാൻ അതേ സന്തോഷത്തോടെ കാണുന്നു. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവര് ചെയ്തോളും. അവർക്ക് എന്റെ ഉപദേശം വേണ്ട. സർ, അയാളുടെ കാല് പിടിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തും. ഇപ്പൊ എന്ത് തീരുമാനിച്ചു? നിന്റെ കാല് ഞാൻ പിടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്റെ ഭാര്യ പറഞ്ഞത് 100% ഉറപ്പോടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവൾ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ തിരിച്ചു വരും. എന്റെ പേടിയും സംശയവും ഒക്കെ മാറി. ലോക്കപ്പിലിട്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കണം. ഇപ്പൊ കോടതി കഴിഞ്ഞു കാണും. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാം. അവിടെ നിന്ന് ജയിലിലേക്ക് പോകും. ജയിലിലെ 2 ദിവസം. തിങ്കളാഴ്ച അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വന്നു. പിന്നെയാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത്. കൊണ്ടുപോ. നടക്ക്. മോളെ, ശ്യാമേ, ഇരുമ്പഴിക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് അവര് സംസാരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ? പിന്നെ ഇതൊക്കെ കാണാൻ ഭാഗ്യം ചെയ്യണം. ഞങ്ങളും കൂടെ ഉണ്ടാവും. മാറി നിക്കടാ. ഇതെന്തോന്ന് മണി അറിയോ? ഒരുമാതിരി പ്രേമസല്ലാപം. ഞാൻ ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തയാ. ഞാൻ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സണായിട്ട് ചാർജ് എടുത്തപ്പോ എന്റേതായ ഒരു തീരുമാനം ഞാൻ നടപ്പിലാക്കി. ഒരു കൃഷ്ണമുദ്ര ചേർക്കുക. പക്ഷേ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം
മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തായിട്ടാണ് ഞാൻ ചേർത്തത്. ഞങ്ങളുടെ കറി പൗഡർ പാക്കറ്റുകൾ വ്യാജമായിട്ട് അച്ചടിച്ചവർ അറിഞ്ഞില്ല അതിൽ ദൈവം ഉണ്ടെന്ന്. യുവർ ഓണർ, ഇത് കോടതിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇവരുടെ അടവാണ്. പുറത്തിറങ്ങി ശ്രീകൃഷ്ണ മുദ്രയുള്ള കവർ ഇവർ പ്രിന്റ് ചെയ്യും. അങ്ങനെ രക്ഷപ്പെടാനായിരിക്കും സാർ ഇവരുടെ ചിന്ത. ഒരിക്കലുമല്ല സർ. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ സാർ ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട കോടതിയുടെ വീട്ടിലും ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. തെളിവ് അങ്ങയുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോ അത് പരിശോധിച്ചാൽ അങ്ങേക്ക് ബോധ്യപ്പെടുമല്ലോ. കോടതിയുള്ള വീട്ടിൽ തന്നെ തെളിവെടുക്കാന്ന് പറയുമ്പോ നിയമവ്യവസ്ഥയെ കളിയാക്കാണ് ഇവർ ചെയ്യുന്നത്. കോടതിയെ പക്ഷം ചേർക്കാൻ ശ്രമിക്കുകയാണ് ഇവര്. അത്ര വലിയ പക്ഷം ചേർക്കലൊന്നുമല്ല. ഇനി അഥവാ അങ്ങനെയാണെങ്കിലും ഞാൻ റിപ്പോർട്ടിൽ എഴുതിക്കോളാം. പ്രമോദേ, സാർ. ഒന്ന്. ശരി സാർ. സാർ. ആ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അതാ പറഞ്ഞത് സാർ. പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റാത്തൊരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ മുദ്ര അടിച്ചു വച്ചിരിക്കുന്നത്. സാർ, ഞാനൊന്ന് ദാ സർ. സർ, ഇനി കൊണ്ടുവന്ന ആ കവറുകളൊന്ന് പരിശോധിക്കണം. ആ തെളിവെടുക്ക. സാർ. സാർ. ഇതിലൊന്നുമില്ലല്ലോ. പോലീസേ, താനും നോക്കിയേ. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്ന് കോടതിക്ക് തോന്നുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.